Vototam, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. NITC. ജനനന്മയ്ക്കായി ജനകീയ സ്ഥാപനം NITC, ന്യൂ ഇന്ത്യ ട്രാവൽ കോപ്പറേറ്റീവ് ലിമിറ്റഡ്. Co-powered by Amrithveni. അമൃത്വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. Educational partner, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ. In association with ബ്രൂക്ക് പെയിന്റ്സ് നമ്മുടെ വീടിന് ഭംഗിയും സുരക്ഷയും നൽകുന്നു. വോട്ടോട്ടം എന്നുള്ളത് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലാണ്. ഇവിടുത്തെ ജനങ്ങൾ എന്താണ് കരുതി വെച്ചിരിക്കുന്നത്, അവരുടെ മനസ്സിൽ എന്താണ് എന്നുള്ള പ്രതികരണങ്ങളൊക്കെ നോക്കാം. കൊല്ലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൊല്ലം ജില്ലയിലെ ജനങ്ങൾ തികച്ചും വിദ്യാഭ്യാസമുള്ളവരും ബുദ്ധിയുള്ളവരും അവർക്ക് തിരഞ്ഞെടുക്കാൻ കഴിവുള്ള MP നിലവിലെ പാർലമെന്റ് മെമ്പർ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അതേ കണക്ക് തന്നെ ഇന്ത്യയിൽ ഒരു മാറ്റം ആവശ്യമാണ്. കാരണം BJPയെ പുറത്താക്കി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു ഇന്ത്യൻ മുന്നണി അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് സാധാരണക്കാരായ ജനങ്ങളുടെ വിശ്വാസം. പിന്നെ കോടികൾ കടമെടുത്തും പെൻഷൻ മുടക്കിയിട്ട് ഇലക്ഷൻ വരുന്ന സമയത്ത് മാത്രം 1 മാസത്തവും 2 മാസത്തവും പെൻഷൻ കൊടുത്ത് ജനങ്ങളെ കബളിപ്പിച്ച്, കാരണം കഴിഞ്ഞ 5 വർഷവും അതിനു മുമ്പുള്ള 3 വർഷവും കൊണ്ട് ജനങ്ങളെ എങ്ങനെയൊക്കെ കബളിപ്പിക്കാമോ അതെല്ലാം കേരള സർക്കാരും ചെയ്തിട്ടുണ്ട്. ഇവിടെ മാത്രം UDFന് കേരള സർക്കാരിന്, അതായത് CPM ഉൾപ്പെടെയുള്ള മുന്നണികൾക്ക് തമിഴ്നാട്ടിൽ ചെന്നാലോ ബാക്കി ബംഗാളിൽ ചെന്നാലോ എല്ലാം കോൺഗ്രസുമായി അവർ സഖ്യത്തിലാണ് മത്സരിക്കുന്നത്. അത് ഇന്നത്തെ മാധ്യമങ്ങളിലും TV-യിലും അതേ കണക്ക് മൊബൈലിലും എല്ലാം കാണുന്ന ജനങ്ങൾ അത് അറിയാം. ഇവിടെ പിന്നെ എന്ന് വെച്ചാൽ കേരളത്തെ സംബന്ധിച്ചെന്ന് വെച്ചാൽ UDFന് ശക്തമായ ഒരു ലീഡ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കൊല്ലത്തെ നിലവിലുള്ള MPയും കൊല്ലം അസംബ്ലി മണ്ഡലത്തിലെ MLAയും തമ്മിലാണ് പ്രധാനമായും മത്സരം നടക്കുന്നത്. സ്വാഭാവികമായും കൊല്ലത്തെ ജനത ഈ രണ്ടുപേരുടെയും കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനത്തെ വിലയിരുത്തി തന്നെയായിരിക്കും വോട്ട് ചെയ്യുന്നത്. കൊല്ലത്തെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ 7 വർഷമായി കൊല്ലത്തിന്റെ MLA എന്ന നിലയിൽ മുകേഷ് കൊല്ലത്ത് കൊണ്ടുവന്ന നിരവധിയായിട്ടുള്ള വികസനങ്ങളുണ്ട്. കേരളത്തിൽ തന്നെ ആദ്യമായി ഒരു സാംസ്കാരിക സമുച്ചയം നടപ്പിലാക്കിയത് കൊല്ലത്താണ്. ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയം. അതൊരു വലിയ നേട്ടമായി നമുക്ക് ഉയർത്തി കാണിക്കുവാൻ കഴിയും. അതുമാത്രമല്ല, കൊല്ലം നിയോജക മണ്ഡലത്തിലാകെ 1748 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഈ 7.5 വർഷം കൊണ്ട് മുകേഷ് MLAക്ക് കഴിഞ്ഞിട്ടുണ്ട്. കൊല്ലത്തെ പോർട്ടിന്റെ നവീകരണം, തങ്കശ്ശേരിയിൽ ടൂറിസം വികസനത്തിന് ഏറ്റവും അനുയോജ്യമാകുന്ന തരത്തിലേക്ക് ബ്രേക്ക് വാട്ടേഴ്സ് പദ്ധതി ഇന്ന് കൊല്ലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുവാൻ അതിനെ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൊല്ലം നഗരത്തിലെ കുടിവെള്ള പ്രശ്നത്തെ ആകെ പരിഹരിക്കുന്ന തരത്തിൽ ഞാൻകടവ് കുടിവെള്ള പദ്ധതി, അത് കൊല്ലത്തെന്ന് മാത്രമല്ല കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായി മാറിയിട്ടുണ്ട്. കൊല്ലത്ത് ആദ്യമായ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വന്നത് കൊല്ലത്താണ്, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. അതും കൊല്ലത്തിന്റെ അഭിമാനമായി നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും. അതിനപ്പുറത്തേക്ക് നമ്മുടെ ജില്ലാ ആശുപത്രി, ഇവിടുന്ന് തൊട്ടടുത്താണ് ജില്ലാ ആശുപത്രിയിൽ മാത്രം MLAയുടെ നേതൃത്വത്തിൽ 183 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ. ഒരു കാലത്ത് ഹൃദയ സംബന്ധമായ ഒരു പ്രശ്നം വന്നാൽ ജില്ലാ ആശുപത്രിയിലേക്ക് കടന്നു ചെന്നാൽ അവിടുന്ന് റഫർ ചെയ്ത് മാത്രം പോകുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്ന് കാത്ത് ലാബ് ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന സംവിധാനത്തിലേക്ക് നമ്മുടെ ജില്ലാ ആശുപത്രിയെയും തൊട്ടടുത്തുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള വിക്ടോറിയ ആശുപത്രിയെയും മാറ്റുന്ന തരത്തിലേക്ക് വലിയ ഇടപെടൽ നടത്തുവാൻ വേണ്ടി ഈ മുകേഷ് MLAക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ അടക്കമുള്ള റോഡുകളും പാലങ്ങളും അടക്കമുള്ള വലിയ വ്യവസായം, വലിയ വികസന പ്രവർത്തനങ്ങൾ മുകേഷ് MLA നടത്തുമ്പോൾ അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ 10 വർഷമായി കൊല്ലത്തിന്റെ MP ആയിരിക്കുന്ന വ്യക്തി, UDF സ്ഥാനാർത്ഥി
നടത്തിയിട്ടുള്ള വികസനങ്ങളെക്കുറിച്ച് നാം പരിശോധിച്ചാൽ വികസനം എന്ന നിലയിൽ ചൂണ്ടിക്കാണിക്കാൻ ഒന്നുമില്ല എന്നതിനപ്പുറത്തേക്ക് കൊല്ലത്തിനുണ്ടായിട്ടുള്ള നിരവധിയായിട്ടുള്ള നഷ്ടങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. ഈ പരിപാടി നടക്കുന്നതിന്റെ ശബ്ദപരിധിക്കുള്ളിലാണ് AD കോട്ടൺ മിൽ അല്ലെങ്കിൽ പാർവതി മിൽ എന്ന് പറയുന്ന സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത്. ആ സ്ഥാപനം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള കൊല്ലത്തെ ചുരുക്കം ചില സ്ഥാപനങ്ങളിൽ ഒന്നാണ്. ആ സ്ഥാപനം കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. ആ സ്ഥാപനത്തിൽ നാനോ ടെക്സ്റ്റൈൽ പാർക്ക്, അവിടെ റിസർച്ചിനുള്ള സംവിധാനം അടക്കം കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളിലെല്ലാം വാർത്ത കൊടുത്ത് ഇത് സംബന്ധിച്ച് വലിയ പ്രചരണമെല്ലാം നടത്തിയ ആളാണ് കൊല്ലത്തിന്റെ MP. പക്ഷേ ഇന്ന് കൊല്ലത്തിനൊരു ഭീതിയായി, കൊല്ലത്തെ ജനങ്ങൾക്ക് വലിയ ഭീതിയോടുകൂടി കാണുന്ന ഒരു പ്രദേശമായി അത് മാറിയിരിക്കുകയാണ്. ഓരോ ദിവസവും പാമ്പ് പിടുത്തക്കാർക്ക് നിരന്തരം വന്ന് പാമ്പ് പിടിക്കുവാനുള്ള ഇടമായി പാർവതി മിൽ മാറിയിട്ടുണ്ട്. അതിനോടൊപ്പം കൊല്ലത്ത് ഒരു ESI മെഡിക്കൽ കോളേജ് അനുവദിച്ചു. ആ ESI മെഡിക്കൽ കോളേജ് ഈ രാജ്യത്ത് അനുവദിക്കപ്പെട്ട 13 മെഡിക്കൽ കോളേജുകളിൽ ഒന്നായിരുന്നു. ഇന്ന് രാജ്യത്ത് മറ്റ് 12 ESI മെഡിക്കൽ കോളേജുകൾ പ്രവർത്തിക്കുമ്പോൾ കൊല്ലത്തിന് അനുവദിച്ച ESI മെഡിക്കൽ കോളേജ് നഷ്ടമാകുന്ന സ്ഥിതിയുണ്ടായി. അതിനെതിരെ പ്രതികരിക്കുവാൻ കൊല്ലത്തിന്റെ MP തയ്യാറായില്ല എന്ന സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ കേരളത്തിലെ സംസ്ഥാന സർക്കാർ ആ മെഡിക്കൽ കോളേജ് ഏറ്റെടുത്ത് ഇന്ന് കൊല്ലത്തിന് നൽകുന്ന ഒരു സ്ഥിതിയാണുള്ളത് എന്ന് നാം തിരിച്ചറിയണം. ഒരു വികസന പ്രവർത്തനവും നടത്താതെ കഴിഞ്ഞ 10 വർഷമായി കൊല്ലത്തെ ജനതയെ വഞ്ചിച്ച്, കൊല്ലത്തെ ജനതയെ കവിളിപ്പിച്ച് മുന്നോട്ട് പോകുന്ന NK പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന UDF-ന്റെ സ്ഥാനാർത്ഥിക്ക് ഇത്തവണ കൊല്ലത്തെ ജനങ്ങൾ തിരിച്ചടി നൽകും. ഇത് പ്രേമലുവിന്റെ ഒരു വാട്ടർലൂ ആയി മാറുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടാകും എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ UDF അവതരിപ്പിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ്. കാരണം പാർലമെന്റിലടക്കം അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ഇവിടുത്തെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ LDF ആകട്ടെ കഴിഞ്ഞ 2019-ലും 2014-ലും 2019-ലും അവതരിപ്പിച്ചിരിക്കുന്ന പോലെ കേവലം വർഗീയതയെ മാത്രം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വളരെ അസംബന്ധങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവർ ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിന് കൊല്ലം ജനത വളരെ കൃത്യമായ മറുപടി നൽകും, ബാലറ്റിലൂടെ കൃത്യമായ മറുപടി നൽകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇപ്പോൾ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കൊല്ലം നിയോജക മണ്ഡലത്തിൽ MLA ആണ്. പക്ഷെ ഒരു MLA എന്ന നിലയിൽ തന്റെ മേൽ അല്ലെങ്കിൽ ഉള്ള ഉത്തരവാദിത്തങ്ങൾ യാതൊന്നും തന്നെ നിറവേറ്റാതെ വെറും ബെടായി മാത്രം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയത്തെ എങ്ങനെ അരാഷ്ട്രീയവൽക്കരിക്കാം എന്നുള്ളതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് കൊല്ലത്തിന്റെ MLA. ഇവിടെ നിങ്ങൾ ഈ കൊല്ലം പട്ടണത്തിലേക്ക് ഇറങ്ങി ചെന്നു കഴിഞ്ഞാൽ ഈ കമ്പോളത്തിൽ ഒരു പാലം 3 വർഷമായി ഒരു പാലം പൊളിച്ചിട്ടുണ്ട്. ആ പാലം പണി പൂർത്തിയെടുക്കാൻ 3 വർഷമാണ് അദ്ദേഹം എടുത്തത്. അതേ കണക്കാണ് അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും. കൊല്ലം നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡ് തന്നെയാണ് അതിന്റെ തൊട്ടടുത്തിരിക്കുന്ന പാലം. അത് എവിടെ കൊണ്ട് മുട്ടിക്കും എന്നുള്ള അവസ്ഥ അദ്ദേഹത്തിനും അറിയത്തില്ല, അത് പണിഞ്ഞവർക്കും അറിയത്തില്ല. അതാണ് അദ്ദേഹത്തിന്റെ വികസനം. അതുകൊണ്ട് വളരെ കൃത്യമായി തന്നെ പറയാം, കൊല്ലത്ത് UDF വളരെ നല്ല ഉത്തമമായൊരു വിജയം നേടും. അതിനുള്ള എല്ലാ പ്രവർത്തനവുമാണ് നടക്കുന്നത്. അതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണം എന്ന് പറയുന്നത് ഇവിടെ അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥി തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ തന്നെയാണ്. ജനപക്ഷത്തോട് നിന്നുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി, ഓട്ടോ തൊഴിലാളികൾക്ക് വേണ്ടി, അതുപോലെ തന്നെ കശുവണ്ടി മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് വേണ്ടി എല്ലാം വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. അതുകൊണ്ട് ഈ UDF സ്ഥാനാർത്ഥി വളരെ ഉജ്ജ്വലമായ വിജയം നേടും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇപ്പോൾ ഞാൻ കൊല്ലത്ത് ഉള്ള ആളാണ്. ഇപ്പോൾ നമ്മൾ ദൂരെയെങ്ങും പോകണ്ട, നമ്മുടെ ഈ DCC ഓഫീസിന് മുമ്പിലുള്ള ആ ഓവർ ബ്രിഡ്ജും റോഡും പിന്നെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷന്റെ ഓഫീസുമായിട്ട് ഇന്ന് ജനങ്ങൾക്ക് നടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. ഇപ്പോൾ ഒരു വണ്ടി പോയാൽ തന്നെ അതിലെ കല്ലടിച്ച് അടുത്ത ആളുടെ കാലിലും കയ്യിലും കല്ലടിച്ച് അവന് ഒരുപാട് അപകടങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് വലിയൊരു വികസനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കാൻ പറ്റുമോ? അപ്പം ഞങ്ങൾ നല്ലൊരു പാർലമെന്റേറിയനെ വളരെ ശക്തമായിട്ട് പാർലമെന്റിൽ സംസാരിക്കാൻ കഴിവുള്ള, അക്കമിട്ട് സംസാരിക്കാൻ കഴിവുള്ള ഒരു പാർലമെന്റേറിയനെ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം വൻ ഭൂരിപക്ഷത്തോട് വിജയിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസവും. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും അധികം ജനങ്ങൾ പോകുന്നത് ആ KSRTC ബസ് സ്റ്റാൻഡ്, അതിനു മുമ്പോട്ടുള്ള റോഡ്, അതെല്ലാം വലിച്ചു പൊളിച്ചിട്ടിരിക്കുക. എത്രയോ മാസങ്ങൾ, വർഷങ്ങളായി. ഇപ്പം അവിടെ അവർ വികസനം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇദ്ദേഹത്തെ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്.
അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം കഴിഞ്ഞ 10 കൊല്ലമായിട്ട് നമുക്കറിയാം ഒട്ടനവധി ബില്ലുകൾ വന്നപ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ ഏറ്റവും ശക്തമായിട്ട് ആ ബില്ലിന്റെ കാര്യകാരണ സഹിതം അവതരിപ്പിച്ച ഒരാളാണ് പ്രേമേന്ദ്രൻ. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ നല്ലൊരു പാർലമെന്റേറിയന്റെ ലക്ഷണമാണ്. അത് അദ്ദേഹം വിജയിക്കും വൻ ഭൂരിപക്ഷത്തോടെ എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം, ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. ഈ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നടക്കുന്നത് ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് UDF ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പാർലമെന്റ് അംഗം എന്ന നിലയിൽ ശ്രീ പ്രേമേന്ദ്രൻ കഴിഞ്ഞ അദ്ദേഹത്തിന്റെ പാർലമെന്റ് ഇയറിൽ ഈ നിയോജക മണ്ഡലത്തിലെ സമഗ്രമായ വികസനത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഇവിടെ ഒരു സ്ഥാനാർത്ഥിയായി UDF പ്രേമേന്ദ്രനെ അവതരിപ്പിക്കുമ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം കിട്ടിയ ഭൂരിപക്ഷത്തിന്റെ ഇരട്ടി ഭൂരിപക്ഷമാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു റെയിൽവേ സ്റ്റേഷനായി മാറ്റുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എയർപോർട്ടിനേക്കാൾ സമാനമായ രീതിയിൽ ഏതാണ്ട് 375 കോടി രൂപ ചെലവാക്കി കൊല്ലം റെയിൽവേ സ്റ്റേഷൻ സമഗ്ര വികസനം ഈ വർഷം തന്നെ പൂർത്തിയാവുകയാണ്. അതുപോലെ എടുത്തു കാണിക്കത്തക്ക കൊല്ലം ബൈപ്പാസിന്റെ പൂർത്തീകരണം, അതുപോലെ തന്നെ 200ഓളം വരുന്ന റെയിൽവേ ചെറിയ മേൽപ്പാലങ്ങൾ, റെയിൽവേ പിന്നെ ഈ പാർലമെന്റ് നിയമമണ്ഡലത്തിലുള്ള മറ്റ് താലൂക്കുകളിലുള്ള റെയിൽവേ സ്റ്റേഷന്റെ നവീകരണം തുടങ്ങി അങ്ങനെ സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്താവുന്ന മുഴുവൻ വികസന പ്രവർത്തനങ്ങളും നൽകിയ ഒരു MP ആണ് ശ്രീ പ്രേമേന്ദ്രൻ. മാത്രമല്ല അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള MP ഫണ്ട് പൂർണ്ണമായും മണ്ഡലത്തിൽ വിനിയോഗിച്ചിട്ടുള്ള ഒരു MP ആണ്. അദ്ദേഹത്തിന്റെ MP ഫണ്ട് ഉപയോഗിച്ച് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പരിപാടികൾ സംസ്ഥാന ഗവൺമെന്റ് ഒരു സഹകരണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഉദാഹരണത്തിന് ഈ കൊല്ലം കോർപ്പറേഷനിലും അതുപോലെ തന്നെ ഈ കൊല്ലം ജില്ല വിവിധ ഭാഗങ്ങളിൽ MP-യുടെ പേര് വെച്ചിട്ടുള്ള വെയിറ്റിംഗ് ഷെഡുകൾ അനുവദിക്കാനായിട്ട് കോർപ്പറേഷൻ അനുമതി കൊടുത്തിട്ടില്ല. അതുപോലെ സംസ്ഥാന സർക്കാരിന്റെ അനുമതിയും കിട്ടിയിട്ടില്ല. അപ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് ടാർഗറ്റ് ചെയ്തുകൊണ്ട് MP എന്നുള്ള നിലയിൽ പ്രേമേന്ദ്രനെ സൈഡ് ലൈൻ ചെയ്തിട്ട് പോലും ഈ ജില്ലയുടെ ഈ നിയോജക മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിനായി മുഴുവൻ സമയം പ്രവർത്തിച്ചിട്ടുള്ള ഒരു MP ആണ് പ്രേമേന്ദ്രൻ. ഇന്ത്യയിലെ നമ്പർ 1 പാർലമെന്റേറിയൻ എന്ന് പേര് കേട്ടിട്ടുള്ള നിരവധി അവാർഡുകൾ വാങ്ങിച്ചിട്ടുള്ള ആളാണ് പ്രേമേന്ദ്രൻ. അദ്ദേഹം ഈ മുഴുവൻ സമയവും കൊല്ലത്തുകാർ MP എന്നുള്ള നിലയിൽ ജനങ്ങളുമായി പൂർണ്ണമായി ഞങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ശ്രീ പ്രേമേന്ദ്രൻ. അതുകൊണ്ട് തന്നെ പ്രേമേന്ദ്രൻ നല്ല ഭൂരിപക്ഷം ജയിക്കുമെന്ന് ഞങ്ങളുടെ വിശ്വാസം. കൊല്ലം നിയോജക മണ്ഡലത്തിൽ UDFന്റെ സ്ഥാനാർത്ഥി ഞങ്ങളുടെ പ്രിയങ്കരനായ പ്രേമേന്ദ്രൻ സാറാണ്. സാറ് കൊല്ലത്തിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള സംഭാവനകൾ അത് പ്രത്യേകിച്ചൊന്നും എടുത്തു പറയേണ്ട കാര്യമില്ല. അത് കൊല്ലം ജനതയ്ക്ക് മൊത്തം അറിയാവുന്ന കാര്യങ്ങളാണ്. ഞങ്ങളുടെ എതിർ സ്ഥാനാർത്ഥി സഖാവ് മുകേഷ് ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി കഴിഞ്ഞ വർഷത്തിലും ഇരട്ടി ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് നല്ല ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇപ്പൊ തന്നെ ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളിൽ തൊട്ടടുത്ത് നമ്മുടെ താന്നി ബീച്ചിൽ കടൽ കയറി റോഡും ഇഷ്ടംപോലെ വീടുകളും എല്ലാം തകർന്നു. ഇതുവരയ്ക്കും നമ്മുടെ മുകേഷ് MLAക്ക് അവിടെ എത്തിച്ചേരാനോ അതിന് വേണ്ടതായ ഒരു വാക്ക് സംസാരിക്കാനോ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. കൊല്ലം ജനതയുടെ എന്ത് പ്രശ്നങ്ങളാണ് ഇദ്ദേഹം പരിഹരിച്ചിട്ടുള്ളതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പ്രേമേന്ദ്രൻ സാറിനെ ഏത് രാത്രി വിളിച്ചാലും അതിന് വേണ്ടുന്ന കൃത്യമായ ഇടപെടലുകൾ, അതിന് വേണ്ടുന്ന എന്താണ് തീരുമാനം, അതെല്ലാം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ കൊല്ലം നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾക്ക് ഉറപ്പാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഇരട്ടി ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന്. ഞങ്ങൾ തീരദേശ മേഖലയിലെ സാധാരണക്കാരായിട്ടുള്ള പൊതുപ്രവർത്തകരാണ്. തീരദേശ മേഖലയെ സംബന്ധിച്ച് മുൻകാലങ്ങളിൽ അവിടെ ഈ തീരദേശ മേഖലയിൽ പ്രകൃതി ദുരന്തമായിട്ടുള്ള ഓഖി ദുരന്തങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരനോടൊപ്പം നമ്മുടെ ഇപ്പോഴത്തെ UDFന്റെ സ്ഥാനാർത്ഥി ശ്രീ NK പ്രേമചന്ദ്രൻ അദ്ദേഹമൊക്കെ കഴിഞ്ഞ ഈ ഓഖി ദുരന്ത കാലയളവിലൊക്കെ 4 ദിവസം സാധാരണക്കാരായ പ്രവർത്തകരോടൊപ്പം ആ സമയങ്ങളിൽ ഞങ്ങളെപ്പോലുള്ള മത്സ്യത്തൊഴിലാളികളോടൊപ്പം ആ തീരദേശ മേഖലയിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ അദ്ദേഹം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അതായത് നമ്മുടെ 4.5 പതിറ്റാണ്ട് കാലം മുടങ്ങിക്കിടന്ന ഇല്ലെങ്കിൽ മന്ദാഗതിയിൽ കിടന്നിട്ടുള്ള കൊല്ലം ബൈപ്പാസിന്റെ നവീകരണം,
അദ്ദേഹം നടത്തിയിട്ട പ്രവർത്തനങ്ങളിൽ മികവുറ്റാർന്ന ഒരു പ്രവർത്തനമാണത്. അതുപോലെ തന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്, അതായത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് മായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ അതവിടെ കൊണ്ടുവരുന്നതിന് അദ്ദേഹം നടത്തിയിട്ടുള്ള ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ അതൊക്കെ ജനങ്ങൾ ഉറ്റുനോക്കുന്ന പ്രവർത്തനങ്ങളാണ്. ഒരു UDFന്റെ സാരഥി എന്ന മുൻകാലങ്ങളിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ. അതുപോലെ തന്നെ ഈ ആശ്രമം ESI സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി രാജ്യാന്തര നിലവാരത്തിലേക്ക് തന്നെ ഉയർന്നിട്ടുള്ള ഒരു ആശ്രമത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാണ്. അതൊക്കെ അതേ നിലവാരത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള ദീർഘവീക്ഷണത്തോടുള്ള പ്രവർത്തനങ്ങൾ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു 3-4 ദിവസങ്ങൾക്ക് മുമ്പ് പ്രകൃതിക്ഷോഭമുണ്ടായിട്ടുള്ള ഈ വെടിക്കുന്ന് ഭാഗത്ത് കടൽ കയറിയിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ആ സമയബന്ധിതമായിട്ട് തന്നെ അവിടുത്തെ ആളുകളുമായി അദ്ദേഹം, അവിടുത്തെ മത്സ്യത്തൊഴിലാളികളും കുടുംബാംഗങ്ങളുമായി ഒക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള ചർച്ചകൾ, അതുപോലെ തന്നെ അവിടെ ആ സമയത്തൊക്കെ അപ്പോൾ തന്നെ അദ്ദേഹം ഓടി വരികയാണ് ചെയ്യുന്നത്. അവരോടൊപ്പം എത്രയോ മണിക്കൂറുകൾ അവരുടെ സങ്കടത്തിലും അവരുടെ ദുഃഖത്തിലും ഒക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു മനുഷ്യൻ. അപ്പോൾ അദ്ദേഹം അതുപോലെയുള്ള ഒരു പൊതുപ്രവർത്തകൻ, അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ അദ്ദേഹം പൊതുപ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം വിനിയോഗിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് ആര് NK പ്രേമചന്ദ്രൻ. അപ്പോൾ അദ്ദേഹം പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ 2014 അതുപോലെ തന്നെ 2019 നേടിയിട്ടുള്ള ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ 2 ലക്ഷത്തിൽ കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രേമചന്ദ്രൻ MP പോലുള്ള ഒരു സ്ഥാനാർത്ഥിയുടെ പട്ടികയിൽ മുകേഷ് ഒന്നുമല്ല. എന്നെ സംബന്ധിച്ച് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ഒരു വോട്ടർ എന്ന നിലയിൽ ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നു. കാരണം ഞങ്ങളുടെ MP ശ്രീ NK പ്രേമചന്ദ്രനാണെന്ന് എവിടെയും തലയെടുപ്പോടെ എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റും. കാരണം അദ്ദേഹം പാർലമെന്റിനകത്തും പുറത്തും നടത്തുന്ന ഇടപെടലുകൾ, ഒരു പാർലമെന്റ് അംഗം എന്ന നിലയിൽ അദ്ദേഹം പാർലമെന്റിന്റെ അകത്ത് ബില്ലുകളിലും ചർച്ചകളിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കഴിവുകൾ തെളിയിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് അദ്ദേഹം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഏറ്റവും മികച്ച പാർലമെന്റേറിയൻ അവാർഡുകൾ കരസ്ഥമാക്കിയത് ശ്രീ NK പ്രേമചന്ദ്രനാണ്. അത് കൊല്ലത്തുകാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിനെതിരെ ഇത്തവണ കൊല്ലത്ത് മത്സരിക്കുന്നത് കൊല്ലത്തിന്റെ MLA ആണ്. ഈ ബഹുമാനപ്പെട്ട മുകേഷ് MLA എനിക്ക് ചോദിക്കാനുള്ളത്, താങ്കൾ കഴിഞ്ഞ 7 വർഷക്കാലം കൊല്ലം മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് MLA ആയി. നിങ്ങൾ ഏതാണ്ടൊക്കെ കോടിക്കണക്കിന് രൂപയുടെ വികസനത്തെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. 1748 കോടി ഉറക്കത്തിൽ തട്ടി വിളിച്ചാൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു മുകേഷ് 1748 എന്ന് പറഞ്ഞ് നെട്ടി എഴുന്നേക്കും. പക്ഷെ ഈ 1748 കോടി രൂപയുടെ എന്ത് വികസനമാണ് ചെയ്തതെന്ന് കൊല്ലത്തെ ജനങ്ങളെ താങ്കളൊന്ന് ബോധ്യപ്പെടുത്തണം. കാര്യം അങ്ങ് പറയുണ്ടായി വികസനം തൊട്ട് കാണിച്ചു തരാമെന്ന്. പക്ഷേ നിങ്ങൾ നടത്തിയ വികസനം തൊട്ട് കാണിച്ചാലേ കാണാൻ പറ്റൂ. പ്രേമചന്ദ്രൻ എന്ന വ്യക്തി നടത്തിയ വികസനം കാണണമെങ്കിൽ തൊട്ട് കാണിക്കേണ്ട, വഴി കൂടെ നടന്നു പോയാലും കൊച്ചു കുട്ടിക്ക് വരെ കാണാൻ പറ്റും. ഒരു കൊല്ലം മണ്ഡലത്തിലെ MLA ശ്രീ മുകേഷ് കൊല്ലം നഗര വികസനത്തിനായിട്ട് എന്താണ് ചെയ്തത് നമുക്ക് പരിശോധിക്കാം. ചിന്നക്കടയിലേക്ക് പോയ ഈ ന്യൂസ് 18കാരോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ചിന്നക്കടയിലേക്ക് പോവാം. ഒരു ജില്ലയുടെ ആസ്ഥാന കേന്ദ്രമായ ചിന്നക്കടയുടെ അവസ്ഥ എന്താണ്? അവിടെ വഴിയാത്രക്കാരായ യാത്രക്കാർക്ക് ഒരു ശൗചാലയമുണ്ടോ? സ്ത്രീകളടക്കം നിരവധി തൊഴിലാളികളും വിദ്യാർത്ഥികളും അവിടെ വന്നു പോകുന്നതാണ്. അവർക്കൊന്ന് മൂത്രം ഒഴിക്കാൻ മുട്ടിക്കഴിഞ്ഞാൽ അവർക്കൊരു ശൗചാലയമില്ല. കഴിഞ്ഞ 25 വർഷമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കൊല്ലം കോർപ്പറേഷൻ ഭരിക്കുന്നത്. പിന്നെ കൊല്ലത്തെ മാലിന്യ പ്രശ്നത്തിന് കൊല്ലത്തിന്റെ MLA മുകേഷ് എന്താണ് ചെയ്തത്? ഈ തീരദേശ മേഖലയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ബീച്ച് മുതൽ തങ്കശ്ശേരി വരെ മാലിന്യ കൂമ്പാരങ്ങളാണ് കിടക്കുന്നത്. ഈ മാലിന്യ സംസ്കരണത്തിനായിട്ട് കൊല്ലം MLA ശ്രീ മുകേഷ് എന്ത് സംഭാവനയാണ് ചെയ്തിരിക്കുന്നത്? കൊല്ലം ജില്ലയിൽ ഒരു സീവറേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ടോ? കൊല്ലത്തെ 10,000-കണക്കിന് സ്ഥാപനങ്ങളിലും വീടുകളിലുമുള്ള കക്കൂസ് മാലിന്യങ്ങൾ അഷ്ടമുടി കായൽ ഉൾപ്പെടെയുള്ള പല കായലുകളിലും കൊണ്ട് തള്ളി മലിനപ്പെടുകയാണ്. ഇവിടെ കോടിക്കണക്കിന് രൂപയുടെ വികസനത്തെ പറ്റി പറയുന്നു. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പറയുന്നു അവർ 144 കോടി രൂപയുടെ വികസനം കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നടത്തിയെന്ന് പറയുന്നു. ഒരു 2 ആഴ്ച മുമ്പ് ഞാൻ അവിടെ കാഷ്വാലിറ്റിയിൽ നിന്ന് ഒരു രോഗി ആയിട്ട് ചെന്ന സമയത്ത് ആക്സിഡന്റ് ആയ ഒരു രോഗി മരിച്ച സമയത്ത് ആ രോഗിയെ മോർച്ചറിയിലേക്ക് കൊണ്ടുപോയപ്പോഴത്തേക്ക് അപ്പുറം ഇപ്പുറം നിന്ന് 2 പേര് ട്രോളിയിൽ പിടിച്ചില്ലായിരുന്നെങ്കിൽ ആ
ട്രോളിൽ നിന്ന് ആ മരിച്ച ബോഡി തറയിൽ വീഴുമായിരുന്നു. കാരണം കാഷ്വാലിറ്റിയിൽ നിന്ന് മോർച്ചറിയിലേക്ക് പോണ വഴി തന്നെ താറുമാറായി കിടക്കുവാണ്. പിന്നെ നിങ്ങൾ ഈ 144 കോടി രൂപയുടെ എന്ത് വികസനമാണ് ജില്ലാ ആശുപത്രിയിൽ ചെയ്തതെന്നൊന്ന് വ്യക്തമാക്കണം. ഓലയിൽക്കടവ് പാലത്തിന്റെ അവസ്ഥ എന്താണ്? കൊല്ലത്തിന്റെ ആസ്ഥാനമായ KSRTC 2021-22 ബഡ്ജറ്റിനകത്ത് ഉൾപ്പെടുത്തി 36 കോടി രൂപ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിങ്ങൾ അവിടെ പുതിയ കെട്ടിടം നിർമ്മിക്കുമെന്ന് പറഞ്ഞിട്ട് നിർമ്മിച്ചോ? ഇവിടെ കൊച്ചിലാമൂട് പാലത്തിന് 9.6 എത്രയോ കോടിയുടെ ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. കൊല്ലത്തെ MLA മുകേഷിന്റെ വികസനം നമുക്ക് ഫ്ലെക്സിലൂടെ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഒരു കല്ല് പോലും അവിടെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ വിക്ടോറിയ ഹോസ്പിറ്റലില് ഇവരെന്ത് വികസനമാണ് നടത്തിയത്? കൊല്ലം ജില്ലാ ആശുപത്രിയിലെ അപകടവുമായി വരുന്ന ഒരു രോഗിക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല. അവിടെ രാത്രി കാലങ്ങളിൽ കാഷ്വാലിറ്റിയിൽ ഓർത്തോ ഡോക്ടർ സേവനമുണ്ടോ? ഇല്ല. കാർഡിയോളജിസ്റ്റിന്റെ സേവനമുണ്ടോ? ഇല്ല. അവിടെ കാർഡിയോളജി വിഭാഗത്തിൽ ആവശ്യമായ ബെഡുകളുണ്ടോ? ഇല്ല. പിന്നെ എന്ത് കോടിയുടെ വികസനമാണ് മുകേഷ് ഇവിടെ പറയുന്നതെന്നൊന്ന് വ്യക്തമാക്കണം. കൊല്ലം ജനതയ്ക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ QSS കോളനിയിൽ 20 കോടി രൂപ നിർമ്മിച്ച് പുതിയ അവിടെ പൊളിഞ്ഞു വീഴാറായ ഫ്ളാറ്റ് പുതുക്കി 20 കോടി രൂപ ചെലവഴിച്ച് പുതിയ ഫ്ളാറ്റുകൾ നിർമ്മിച്ച്. നമ്മളൊക്കെ ആദ്യം ചെയ്യുന്നത് ഒരു വീട് കെട്ടുന്നതിന് മുമ്പ് വേസ്റ്റ് ഇടാനുള്ള സംവിധാനമാണ് ചെയ്യുന്നത്. ഇവിടെ 165ഓളം വീടുകളുണ്ട്. അവർക്ക് മാലിന്യം സംസ്കരിക്കാനുള്ള സംവിധാനമില്ല. അവരെല്ലാം ഈ മാലിന്യങ്ങൾ കടപ്പുറത്തും ഈ കൊല്ലം തോട്ടിലും ഒക്കെയാണ് കൊണ്ട് കളയുന്നത്. അതുപോലെ തന്നെ അവിടെ 2 അംഗൻവാടി കെട്ടിടം ഉണ്ടായിരുന്നു. QSSന്റെ കയ്യിലിരുന്ന ഭൂമി കുളിർമ നീലിമ ഫ്ളാറ്റ് കെട്ടാനായി ഫിഷറീസ് വകുപ്പിനും കോർപ്പറേഷനും വിട്ടുകൊടുക്കുന്ന സമയത്ത് QSS പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അംഗൻവാടിക്കായിട്ടുള്ള കെട്ടിടം അംഗൻവാടിക്കായിട്ട് നിലനിർത്തണമെന്ന്. പല തവണ ഈ അംഗൻവാടിക്ക് കെട്ടിടം നൽകണമെന്ന് ആവശ്യപ്പെട്ട് അവിടുത്തെ ടീച്ചർമാര് ഈ MLA സമീപിച്ചു. എന്തെങ്കിലും ഒരു അനുഭാവപൂർണമായ പ്രതികരണം ഈ MLAക്ക് ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഈ പാർലമെന്റിൽ പോയിട്ട് മുകേഷ് ഇനി എന്തു ചെയ്യുമെന്നാ പറയുന്നത്? ബെഡായി ബംഗ്ലാവിൽ പോയിരുന്ന് തമാശ പറയുന്നതൊക്കെ അത്ര എളുപ്പമല്ല. പാർലമെന്റിൽ പോയി ചർച്ചകളിൽ പങ്കെടുക്കാനും അഭിപ്രായങ്ങൾ പറയാനും നിരാകരണ പ്രമേയം അവതരിപ്പിക്കാനും എന്നുള്ളത് MLAക്ക് ഒരു സംവാദത്തിന് വിളിച്ചാൽ സംവാദനോ എന്ന് ചോദിക്കുന്ന മുകേഷിനെയാണ് കൊല്ലത്തുകാർ ജയിപ്പിച്ച് പാർലമെന്റിലോട്ട് വിടേണ്ടത്. കൊല്ലം ജില്ലയിലെ ഒരു വോട്ടർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പ്രേമേന്ദ്ര സാറിനെ കുറിച്ച് നമ്മൾ എന്താണ് പറയേണ്ടത്? കാരണം നമുക്ക് ഈ കൊല്ലം ജില്ലയിലെ ജനതകൾക്ക് കൊല്ലം ജില്ലാ ജനതകൾക്ക് എല്ലാവർക്കും അറിയാം സാറ് നമ്മുടെ നാട്ടിൽ കൊല്ലം ജില്ലയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഒന്നും എടുത്തു പറയേണ്ട ഒരു കാര്യവും നമ്മുടെ ഈ കൊല്ലം ജില്ലയിലെ ഒരു കൊച്ചു വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ കൊല്ലം ജില്ലയിലെ വികസനത്തെക്കുറിച്ച്. പിന്നെ ഒരു മെഡിക്കൽ കോളേജിന്റെ കാര്യമായാലും റോഡ് വികസനത്തിന്റെ കാര്യമായാലും റെയിൽവേയുടെ ഒരു വികസനത്തിന്റെ ആയാലും അങ്ങനെ നോക്കുമ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജില്ലയിലേക്ക് പ്രേമേന്ദ്ര സാറ് വേണ്ടുന്ന പ്രയത്നത്തിൽ കൂടെ എല്ലാം സഫലീകരിച്ച് തന്നിട്ടുണ്ട് നമ്മൾക്ക്. പിന്നെ അതുകൊണ്ട് തന്നെയും ഏതൊരാവശ്യം ഒരാൾ ചെന്ന് സാറിനോട് പറഞ്ഞാൽ പോലും ഒരു പ്രത്യുപകാരം അങ്ങനെ ഒരു ഇതില്ലാതെ സാർ ഇന്ന് വരെ അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത ഒരാളാണ്. അപ്പൊ അത്രയും നല്ല ഒരു മനസ്സിനുടമയായ സാറ് അകമൊഴിഞ്ഞ് അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്തു കൊടുക്കാമോ ആരെന്ത് ചെന്ന് പറഞ്ഞാലും മുഖം നോക്കാതെ സാറ് രാഷ്ട്രീയം ഒന്നും നോക്കിയ ജാതി മേധ ഒന്നുമില്ലാതെ തന്നെ ചെയ്തു കൊടുക്കാൻ നല്ല മനസ്സുള്ളൊരു വ്യക്തിയാണ്. അപ്പം ഏതാണ്ട് 10 വർഷക്കാലമായിട്ട് നിന്ന് ഇത്രയും ലോകസഭയിലേക്ക് അല്ലെങ്കിൽ നിന്ന് ജയിച്ച് വന്ന സാറിന് ഇപ്പം ഇന്ന് വരെ ഒരു തോൽവി എന്നും പറഞ്ഞുകൊണ്ട് ഒരു വോട്ട് കുറച്ച് എന്നുള്ള രീതിയിലോ ഒന്നും നമുക്ക് കാണേണ്ടതായിട്ട് വന്നിട്ടില്ല. വൻ ഭൂരിപക്ഷത്തിലാണ് സാറ് ഓരോ പ്രാവശ്യവും ജയിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൊല്ലം ജില്ലയിലെ ജനതകൾക്കറിയാം അത് ഈ ഒരു ഇലക്ഷനിലോട് കൂടി ഈ മാസം വരുന്ന 26-ാം തീയതി നടക്കാൻ പോകുന്ന ഈ ഒരു ഇലക്ഷനോട് കൂടി എന്താണ് ഇവിടുത്തെ മാറ്റം എന്നുള്ളത് ഈ കൊല്ലം ജില്ലയിലെ ജനതകൾ അത് മനസ്സിലാക്കി കൊടുക്കൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ 20 സീറ്റ് നമ്മുടെ ഇതിന് എല്ലായിടത്തും തന്നെ നമുക്ക് ഈ പ്രാവശ്യം കിട്ടും. കാരണം പെൻഷന്റെ കാര്യത്തിലായാലും ഒരു LDF ഇവിടെ ഇടതുപക്ഷം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഓരോന്നും എന്ത് കാര്യം വന്നാലും ഇന്ന് വരെ മുകേഷ് MLA ഇവിടെ കാണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വന്ന തീരദേശത്തായാലും ഇവിടെ എന്തൊക്കെ
കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഒരു കാര്യത്തിന് മുകേഷ് MLA നമ്മൾ കണ്ടിട്ടുമില്ല. ഒരു കാര്യത്തിൽ ഇന്ന് വരെ 10 പൈസ ചെലവാക്കിയോ ഒരു സഹായം പോലും ഒരാൾക്ക് വീട്ടിൽ ചെന്നാൽ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പോലും നമുക്കറിയത്തില്ല. ഇന്ന് വരെ അങ്ങനൊരു ഇത് ഈ ചരിത്രത്തിൽ നടന്നിട്ടില്ലാത്ത ഒരു കാര്യമാണ്. അതാണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രതികരണങ്ങളാണ് നമ്മൾ കേട്ടത്. അവരുടെ അഭിപ്രായങ്ങളുമാണ് നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചത്. നാളെ വീണ്ടും കാണാം. വോട്ടോട്ടവുമായി ഞങ്ങൾ മറ്റൊരു മണ്ഡലത്തിൽ നിന്ന് വീണ്ടും ചേരും. അതുവരേക്കും വിട. വോട്ടോട്ടം co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp, ICL FinCorp, the intelligent choice. NITC, ജനനന്മയ്ക്കായി ജനകീയ സ്ഥാപനം NITC ന്യൂ ഇന്ത്യ ട്രാവൽ കോപ്പറേറ്റീവ് ലിമിറ്റഡ്. co-powered by അമൃതവേണി. അമൃതവേണി ഹെയർ എലിക്സിർ സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. Educational partner IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ. In association with ബ്രൂക്ക് പെയിന്റ്സ് നമ്മുടെ വീടിന് ഭംഗിയും സുരക്ഷയും നൽകുന്നു.